ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വജിത്ത് കൂടി ചേരുന്നുണ്ട്. അശ്വജിത്ത്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പുതിയതായി വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ലെബനോനിലും കാര്യമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നു. അതിൻ്റെ കുറേ ദൃശ്യങ്ങൾ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ അത് പങ്കുവയ്ക്കാം. അതായത് ഇസ്രായേൽ ആരോപിക്കുന്നത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് ആദ്യം മിസൈലുകൾ വന്നത്. ഇസ്രായേൽ പ്രതിരോധിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലെബനോനിലേക്ക് കാര്യമായൊരു ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിടുന്നത്. ഇതിപ്പോൾ വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ഓരോ ബുള്ളറ്റിനിലും അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഓരോരോ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓരോരോ പുതിയ സ്ഥലങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുന്ന വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് എന്നതാണ് ഏറെ വേദനാജനകം. തീർച്ചയായിട്ടും ലെബനോനിലേക്ക് കൂടെ സംഘർഷം വരുമ്പോൾ അത് പശ്ചിമേഷ്യയിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടെ, അതായത് പശ്ചിമേഷ്യയിലെ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെയുള്ള മറ്റൊരു രാജ്യത്തേക്ക് കൂടെ ഈ ആക്രമണം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പങ്കുവയ്ക്കാനുള്ള മറ്റൊരു വിവരം. ഇനി മറ്റൊരു കാര്യം, ടെഹ്റാനിൽ കഴിഞ്ഞ മണിക്കൂറിൽ വന്ന അപ്ഡേറ്റ് ആണ്. ഒരുപക്ഷെ അതിന് മുമ്പേ നടന്ന ആക്രമണമായിരിക്കാം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇറാനിയൻ ടെലിവിഷൻ, അവിടെയുള്ള വാർത്താമാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. 20 പേർക്ക് ജീവനാശമുണ്ടാകുകയും മറ്റ് കെട്ടിടങ്ങൾക്ക് നാശമുണ്ടാകുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പുറത്തു വരുന്നത്. ഒപ്പം ഇറാന്റെ ആക്രമണം ഇസ്രായേലിൽ തുടരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലും പങ്കുവച്ചതാണ് ടെൽ അവീവ് നഗരത്തിൽ ആക്രമണം എന്നുള്ളത്. ഈ ടെൽ അവീവ് നഗരത്തിലും ഈ ആക്രമണത്തിൽ കാര്യമായ നാശം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം, മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തെ ഭേദിച്ചുകൊണ്ട് ഇറാന്റെ ഒരു മിസൈൽ ടെൽ അവീവിൽ പതിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും സംഘർഷത്തിന് അയവില്ല. ആക്രമണത്തിന്റെ വാർത്തകൾ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലും കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകം. എങ്കിൽ പോലും പൊതുവെ കഴിഞ്ഞ ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിയ തോതിലെങ്കിലും ആശ്വാസമുണ്ട്. ഇനി പ്രതീക്ഷ നടക്കാനിരിക്കുന്ന, ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന ചർച്ചകളിലേക്കാണ്. ഏത് തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാകും, ഈ സംഘർഷ സാധ്യതയ്ക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ അയവുണ്ടാക്കും, എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിന്റെ വരാൻ പോകുന്ന ഡെവലപ്മെന്റ്സ് എന്തായിരിക്കാം? അത് ഏത് തരത്തിൽ രൂപപ്പെടാനായിരിക്കും സാധ്യത? മോദി, അതിൽ ഡെവലപ്മെന്റ്സ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ ഈ നടപടിയെ ലെബനോൻ സർക്കാർ തന്നെ, ലെബനോനിലെ ഭരണകൂടം തന്നെ ഇസ്രായേലിനെ വലിയ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നെങ്കിൽ പോലും ഇസ്രായേൽ ചെയ്ത വലിയ തെറ്റാണെന്ന തരത്തിൽ ലെബനോൻ തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട്. ഒരുപക്ഷെ അതിൽ വലിയൊരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നില്ല. കാര്യമായൊരു ഡാമേജ് ഇസ്രായേലിന് ഉണ്ടാക്കാൻ ലെബനോന് കഴിയും, അല്ലെങ്കിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ അത്രത്തോളം സ്ട്രോങ് ആണ് ഇസ്രായേലിൻ്റേത്. പക്ഷേ എങ്കിൽ പോലും ആ സംഘർഷം സംഘർഷം വീണ്ടും എസ്കലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒമാന്റെ നേതൃത്വത്തിലേക്കുള്ള ഒരു സമാധാന ശ്രമങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മാത്രമല്ല, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താനുള്ള നിർണായക നീക്കങ്ങളൊക്കെ നടത്തുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര ഇടപെടൽ കൂടുതൽ ശക്തമാകുകയും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാവുകയും ഈ സംഘർഷത്തിന് എത്രയും പെട്ടെന്നൊരു സ്റ്റോപ്പ് ഉണ്ടാവുകയും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അവസാനിക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നില്ല. ഒപ്പം ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ നമ്മൾ ചർച്ചകൾ സജീവമാകുന്നു എന്ന് തോന്നലിനിടെയാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ്റെതായി ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. അത് പ്രകാരം ഇങ്ങനെയാണ്: ട്രംപ് ചർച്ചകൾക്ക് തയ്യാറാണ് എന്നതാണ് ആ ഉദ്യോഗസ്ഥൻ കോട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ട്രംപ് നേരിട്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ട്രംപ് ചർച്ചകൾക്ക് തയ്യാറാണ്, ഇറാനിലെ പുതിയ ഭരണ നേതൃത്വവുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അടിയന്തര ഇടപെടൽ കൂടെ വരുമ്പോൾ, മറ്റ് സമ്മർദ്ദങ്ങൾ കൂടെ വരുമ്പോൾ ഒരുപക്ഷെ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നു. ശരി.